പെൻഷൻ വിവാദത്തിലൂടെ ശ്രദ്ധ നേടിയ അടിമാലി സ്വദേശിനി മറിയക്കുട്ടിക്ക് റേഷൻ കടയിൽ വിലക്ക് എന്ന് പരാതി. സാധനങ്ങൾ വാങ്ങാൻ എത്തിയ മറിയക്കുട്ടിയോട് ബിജെപിക്കാരുടെ കടയിൽ പോകാൻ ജീവനക്കാർ പറഞ്ഞു എന്നാണ് പരാതി. കോൺഗ്രസ് നേതാവിന്റെ കടയിൽ നിന്നാണ് വിലക്കുണ്ടായതെന്നും മറിയക്കുട്ടി പറയുന്നു. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഇത് കോൺഗ്രസ്സുകാരുടെ കടയാണ്, ഇവിടെ മേലെ വരരുത്, നിങ്ങൾക്ക് പറ്റിയ കട ആയിരേക്കർ ശ്രീനിയുടെ കടയുണ്ട് BJP, അവിടെ പോയി മേടിച്ചോളണം, ഇവിടെ മേല വരുത്, നിങ്ങൾക്ക് വീട് പണിത് തന്നെയില്ല കോൺഗ്രസ്. ലൈസൻസ് അന്ന് മറിയക്കുട്ടി ചേച്ചി അന്ന് ഓണത്തിൻ്റെ ദിവസം റേഷൻ മേടിക്കാൻ വന്നായിരുന്നു. അന്ന് സെർവർ കംപ്ലൈൻ്റ് ആയിട്ട് ചേച്ചി പറയാൻ നിന്ന് കഴിഞ്ഞപ്പം എനിക്ക് ചേച്ചി വേറെ സംഭവം നെറ്റില്ല, ഒത്തിരി പേര് വന്നിട്ട് കിറ്റ് മേടിക്കാനും സാധനങ്ങൾ മേടിക്കാനൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ കുറേ പേര് തിരിച്ചു പോയി നെറ്റില്ലാത്തതുകൊണ്ട് അന്ന് മിഷൻ ഓണായി കഴിഞ്ഞപ്പോൾ 6 മണിയൊക്കെ കഴിഞ്ഞു, മിഷൻ ഓണായി കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് പേർക്ക് കൊടുത്തു. അതിന് വേണ്ടി പിന്നെ ഇടയ്ക്ക് നമുക്ക് നെറ്റ് കട്ടായി പോകുമായിരുന്നു, സെർവറില്ലായിരുന്നു. അതിന് ചേച്ചി കുറേ നേരം വർഷത്തിൽ വന്നിട്ട് പോയി. അതിന് മുകളിൽ പോയി ചന്ദ്രൻ്റെ കടയിൽ 114 കടയിൽ സാധനം മേടിച്ചു. അല്ലാതെ വേറെ ഒന്നും സെർവർ കംപ്ലൈൻ്റാണ്, നെറ്റില്ലായിരുന്നു മാത്രമേ പറഞ്ഞു. കുറച്ച് പേർക്ക് കിട്ടി, കുറച്ച് പേർക്ക് കിട്ടില്ല. അപ്പോൾ ഓണത്തിന് തിരക്കായതുകൊണ്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ടാകും. പകുതി പേർക്ക് കിട്ടിയോ, പകുതി പേർക്ക് കിട്ടി. ആൽവിൻ തോമസ് ചേർന്നു വിവരങ്ങളുമായി. ആൽവിൻ, കാര്യങ്ങൾ തുറന്നു പറയാനോ തനിക്ക് നേരിടുന്ന അനീതികളെ ചെറുക്കാനോ പോരാടാനോ ഒന്നും ഒരു മടിയുമില്ലാത്ത ധീരയായ ഒരാളാണ് മറിയക്കുട്ടി. ഇപ്പോൾ അവർ തനിക്ക് റേഷൻ നിഷേധിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മൾ ആ രണ്ടാമത് കേൾപ്പിച്ച ബൈറ്റ് എനിക്ക് പോലും അത്ര ക്ലിയർ അല്ലായിരുന്നു. എന്താണ് അദ്ദേഹം പറയുന്നത്? ഇതിനകത്ത് നമുക്ക് അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്ന വസ്തുതകൾ എന്താണ്? ലക്ഷ്മി, അടിമാലിയിലെ ഒരു റേഷൻ കട, അതായത് ARD 117 എന്ന നമ്പറിലുള്ള റേഷൻ കടയിലാണ് മറിയക്കുട്ടി റേഷൻ വാങ്ങാനായി ഓണത്തിന്റെ തലേ ദിവസം എത്തുന്നത്. അവിടെ സാധനങ്ങൾ വാങ്ങാൻ എത്തിയപ്പോൾ വലിയ തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കടയിലെ ജീവനക്കാരനായ ജിൻസ് ജോസഫ് അദ്ദേഹം പറഞ്ഞു, വലിയ തിരക്കുണ്ട്, ഇവിടെ നെറ്റ്വർക്ക് പ്രശ്നമുള്ളത് കൊണ്ട് സെർവർ ഡൗൺ ആണ്, അതിനാൽ റേഷൻ കടയിലെ മറ്റു കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സമയമെടുക്കും എന്ന് പറഞ്ഞപ്പോൾ നിരവധി ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ചിലർ മടങ്ങിപ്പോയി, പിന്നീട് വരാമെന്ന് പറഞ്ഞ് മടങ്ങിപ്പോയി. അങ്ങനെ മറിയക്കുട്ടിയോടും അങ്ങനെ പറയുകയും ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി എന്നുള്ളതാണ് ഈ ജീവനക്കാരൻ പറയുന്നത്. പക്ഷേ മറിയക്കുട്ടി പറയുന്നത്, മറിയക്കുട്ടിയുടെ സാധനങ്ങൾ വാങ്ങാനെത്തിയപ്പോൾ അവിടെ അതൊരു കോൺഗ്രസിന്റെ അനുഭാവിയായിട്ടുള്ള ഒരാളുടെ റേഷൻ കടയാണെന്നും ആ റേഷൻ കടയിൽ നിന്ന് സാധനം തനിക്ക് തരില്ല എന്നും BJPക്കാരുടെ കടയിൽ പോയി റേഷൻ കടയിൽ പോയി സാധനം വാങ്ങുക എന്ന് അവർ പറഞ്ഞു എന്നുള്ളതാണ് പരാതിയായി മറിയക്കുട്ടി പറഞ്ഞിട്ടുള്ളത്. ഈ സംഭവത്തിൽ ജില്ലാ കളക്ടർക്കും സപ്ലൈ ഓഫീസർക്കും മറിയക്കുട്ടി ഇന്ന് പരാതി നൽകിയിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മറിയക്കുട്ടി BJPയിൽ അംഗത്വം സ്വീകരിച്ചത്. പക്ഷേ ഇത് രാഷ്ട്രീയമൊന്നും അവിടെ പറഞ്ഞില്ല എന്നും ഈ സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമാണ് താൻ പറഞ്ഞതെന്നുമാണ് ഈ ഇവിടുത്തെ ജീവനക്കാരനായ ജിൻസ് ജോസഫ് പറയുന്നത്. ഓണത്തിന്റെ തലേ ദിവസമായിരുന്നു, വലിയ തിരക്ക് വന്നപ്പോൾ നെറ്റ്വർക്ക് പ്രശ്നമുണ്ടായതുകൊണ്ട് സെർവർ ഡൗൺ ആയി. അങ്ങനെ റേഷൻ കടയിലെ സാധനങ്ങൾ നൽകുന്നതിനുള്ള കാലതാമസമുണ്ടായി. അതുകൊണ്ടാണ് അത്തരം ചില ആളുകൾ പോയി വരാൻ മാത്രമാണ് താൻ ആവശ്യപ്പെട്ടത് എന്ന് മാത്രമാണ് പറഞ്ഞത് എന്നുള്ളതാണ് ജിൻസ് പറയുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല എന്നും തന്നോട് BJPക്കാരുടെ റേഷൻ കടയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരിക എന്ന നിലയിലാണ് പറഞ്ഞത് എന്നുള്ളതാണ് മറിയക്കുട്ടിയുടെ പരാതി. ഏതായാലും ഈ പരാതി മറിയക്കുട്ടി നേരിട്ട് കളക്ടറെയും അതോടൊപ്പം തന്നെ സപ്ലൈ ഓഫീസറെയും ജില്ലാ സപ്ലൈ ഓഫീസർക്കും നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ നിന്ന് എന്ത് നടപടി ഇനി ഉണ്ടാകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ലക്ഷ്മി. ആൽവിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.